ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചേച്ചമ്മയൊക്കെ യു പിയിലാണ് കേട്ടോ അവർ. അപ്പോൾ ചേച്ചമ്മയൊക്കെ വന്ന ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണേറ്റു, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എട്ട് മണിയൊക്കെ ആകുമ്പോൾ എണ്ണേറ്റിട്ട് ഞാൻ വെള്ളം കുടിക്കുവാണ്. എനിക്ക് രാവിലെ ഈ കാപ്പി ചായ അതൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് വെള്ളം തന്നെ, അത് മസ്റ്റാണ്, എനിക്ക് വെള്ളം വേണം. അപ്പോൾ ഞാൻ രാവിലെ എണ്ണേറ്റ് ഉടനെ വെള്ളം കുടിക്കും കേട്ടോ. അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അമ്മയായിട്ട് വർത്തമാനം പറഞ്ഞ വെള്ളമൊക്കെ കുടിക്കുവാണ്. അപ്പോൾ മോമ എണ്ണേറ്റിട്ടുണ്ടായിരുന്നു. മോമ എന്നെക്കാളും മുന്നേ എണ്ണേക്കും കേട്ടോ. മോമ ഏകദേശം ഒരു 7 മണി 7:30 ആകുമ്പോൾ തന്നെ എണ്ണേക്കും അവൻ എണ്ണേറ്റിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവാൻ എന്തുവാ. പക്ഷേ അവൻ ഇഷ്ടമാണ് കേട്ടോ. ഫോട്ടോയും നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും പോസൊക്കെ ചെയ്തൊക്കെ തരും. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്തുവാ ഈ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് ആളിരിക്കുവാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട്, നമ്മുടെ വീടിൻ്റെ മുറ്റത്താണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മരം ഉണ്ട് കേട്ടോ. അപ്പം ഇലയൊക്കെ അത്യാവശ്യം വീഴും. പക്ഷേ നമുക്ക് മെറ്റില്ല, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മൊത്തം മെറ്റിലിട്ടിരിക്കും. നമുക്ക് ദിവസവും തൂക്കാനായിട്ട് നല്ല പാടാണ്. അപ്പം ഞാൻ ദിവസമൊന്നും തൂക്കത്തില്ല, ആഴ്ച ഒരു 3 ദിവസമൊക്കെ ആയിരിക്കും ഞാൻ തൂക്കുന്നത്. അപ്പം ഞാൻ തൂത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആളിറങ്ങി ഭയങ്കര അലമ്പാണ്. എനിക്ക് അവൻ ആ ചൂല് വേണമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല അലമ്പൊക്കെ കഴിഞ്ഞ് ചുമ്മാ മെറ്റിൽ വാരി കളിക്കലും അങ്ങനെ എറിയലും പിടിക്കലൊക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ പൂച്ചകളുണ്ട് കേട്ടോ. ഇപ്പോൾ ആ പൂച്ചകൾ പ്രസവിച്ചിട്ട് ഒരു 3-4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ്. രാവിലെ എണ്ണീറ്റിന് മുറ്റത്തോട്ട് ഇറങ്ങി അതുങ്ങളായിട്ട് ഭയങ്കര കളിയാണ്. അപ്പോൾ അതുങ്ങളെ പിടിക്കാൻ ഓടൽ, അങ്ങനെ അതിൻ്റെ പുറകെ ഓടലൊക്കെയാണ് ആളുടെ പണി. അപ്പം ഞാൻ തൂത്ത് കഴിഞ്ഞിട്ട് ആ മെറ്റലൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഭയങ്കര കളിയാണ്. ആൾ രാവിലെ എണ്ണീറ്റ് ഉടനെ തന്നെ തുടങ്ങിക്കോളും ആളുടെ പണി. അപ്പോൾ ഞാൻ ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ തൂക്കലെല്ലാം കഴിഞ്ഞ് തൂത്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിരിക്കുന്നത് അച്ചാറാണ്. എൻ്റെ പൊന്നെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അച്ചാർ. എനിക്ക് 4 നേരം തന്നാലും ഞാൻ കഴിക്കും. പ്രത്യേകിച്ച് മാങ്ങാച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരുപാട് എരിവില്ലാത്ത കറികളൊക്കെ ഇല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഈ അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അതുപോലെ ചപ്പാത്തി ഇല്ലേ, ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കറിയില്ലെങ്കിലും എനിക്ക് അച്ചാർ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചേട്ടായിക്കും ഇഷ്ടമാണ് കേട്ടോ. ചേട്ടായിക്ക് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാച്ചാർ ആയിരിക്കും നമ്മുടെ വീട്ടിൽ കൂടുതൽ ഇടുന്നത്. അപ്പം നമ്മളിന്ന് ഇഡ്ഡലിയും സാമ്പാറും അച്ചാറും കൂടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതെല്ലാം കഴിച്ചു. അപ്പം നമ്മൾ വെള്ളം കുടിക്കണം, നല്ല ദാഹമാണ്. ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കും കേട്ടോ. അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ലഞ്ച് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരുവിധം താമസിച്ചാണ് കഴിച്ചത്. അപ്പോൾ ചേച്ചമ്മ വന്ന് അവരൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അവർ മുറ്റത്തൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ ചാമ്പങ്ങ ഉണ്ട് കേട്ടോ. ഈ നല്ല മധുരമുള്ള ചാമ്പങ്ങയാണ്, ഈ ആപ്പിൾ ചാമ്പ എന്നൊക്കെ പറയും. ആ ചാമ്പങ്ങ അത്യാവശ്യം നല്ല കൊല്ല പോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ല പോലെ ഉണ്ട്, നമ്മുടെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇത് 1 ഇയർ പോലും ആയിട്ടില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് 1 ഇയർ പോലും ആയിട്ടില്ല. ചേട്ടായി ഞാനും കൂടെ ഒരു നഴ്സറിയിൽ നിന്ന് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിനേക്കാളും ഒരു 1 ഇയർ അടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ കായ്ച്ചത്. എൻ്റെ പോലെ നല്ല മധുരം, വെച്ചാൽ നല്ല മധുരമാണ്. അപ്പോൾ ഒരു 3 മണി, ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് ലഞ്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോമ് പുറത്ത് വരുന്ന ഭയങ്കര കളിയാണ്. അപ്പോൾ ചേച്ചമ്മയും അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ഇങ്ങനെ കളിച്ച് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കൊല പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് പറിച്ച് വെച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് കേട്ടോ ചേട്ടൻ, ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ അവർ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓൾറെഡി പറിച്ച് കൊടുക്കും, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് പപ്പ വന്നു കഴിഞ്ഞ് പപ്പയ്ക്കും അമ്മയ്ക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. പപ്പയും അമ്മയും മോമോയും ഞാനും കൂടെയാണ് കേട്ടോ പോകുന്നത്. അവർക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഓൾറെഡി പപ്പയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആളാണ് ഭയങ്കര ബിസി, ആൾ കാഴ്ചയൊക്കെ കണ്ട് അങ്ങ് ഇരിക്കുവാണ്. അവൻ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല, ഈ കാഴ്ച കണ്ട് അങ്ങനെ ഇരിക്കണം. അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല, നോക്കുന്നതുകൊണ്ട് ചിരിക്കുന്നൊന്നുമില്ല. ലാസ്റ്റ് ഏതാണ്ട് ഒരു ചിരി തന്ന് അങ്ങനെ നമ്മൾ 4 പേരും കൂടെ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്മയ്ക്കൊരു ചുരിദാർ നോക്കി പോയതാണ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8 മണി ആയപ്പോഴങ്ങാണ്ടാണ് ഈ കടയിൽ വന്നത്. നമ്മൾ ഈ ഷോപ്പിൽ വന്നിട്ട് നമ്മളൊരു ചുരിദാർ എടുത്തു. ഈ ഇട്ട് നോക്കിയ ചുരിദാർ അത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിൽ കുറച്ച് അമ്മയ്ക്ക് കുറച്ച് ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ അധികം ഉണ്ടായിരുന്നു, കുറച്ച് നല്ല ലൂസായിരുന്നു. അപ്പം ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ തന്നെ നമ്മൾ കൊടുത്തു കേട്ടോ. അവർ പറഞ്ഞു മാക്സിമം നോക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പിറ്റേ ദിവസം തന്നെയാണ് പ്രോഗ്രാം, അപ്പോൾ അന്ന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ട് കുത്തിയിരുത്തി നമ്മൾ ഓർഡർ ചെയ്യിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ ടൈമിൽ ഇതാണ് കേട്ടോ ചുരിദാർ നമ്മൾ എടുത്തത്. ആ ടൈമിൽ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷെ അവിടെ ഒന്നുമില്ല, കാരണം മണി 8:15 8:30 കഴിഞ്ഞു. ആ ടൈമിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആ കാണുന്ന 2 മീറ്ററോളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ലൈമും വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു, ഓൾറെഡി നമ്മൾ ശരിക്കും
അത്രയ്ക്കും ലേറ്റായി. അപ്പം അമ്മയും ഞാനും കൂടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, അതുങ്ങളെ കൊണ്ട് കുത്തിയിരുത്ത് നമ്മളത് ചെയ്യിപ്പിക്കുക, തയ്പ്പിക്കുക. അപ്പം അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നല്ലപോലെ ലേറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് നമ്മളൊരു 9:30 അടുക്കാറായപ്പോഴാണ് നമ്മൾ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. അത്രയ്ക്ക് ലേറ്റായിപ്പോയി. അല്ല, അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമുക്ക് പ്രോഗ്രാം, അതുകൊണ്ട് നമുക്ക് ടൈമില്ല ഡ്രസ്സ് എടുക്കാൻ. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് പോലും. അപ്പോൾ അതോ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകണം. അമ്മയും ഞാനും കൂടെയാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞും പപ്പയും ഓൾറെഡി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, കുഞ്ഞലമ്പായിട്ട്. അപ്പം നമ്മൾ നന്നായിട്ട് വിശന്നുകൊണ്ട് അവർ ഓൾറെഡി ഫുഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം അത്രയ്ക്കും വിശപ്പായതുകൊണ്ട് പെട്ടെന്ന് ഫുള്ള് കഴിച്ചിട്ടാണ് ഞാൻ പോയി ഫ്രഷ് ആയത് പോലും. കാരണം അത്രയ്ക്കും ടയേർഡായിപ്പോയി. കാരണം നമ്മൾ ഇത്രയും അലഞ്ഞു വന്നപ്പോഴേ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. അപ്പോൾ അത് നമ്മളിനി കിടക്കാൻ പോവാണ്. ഞാൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടക്കാൻ പോയപ്പോഴത്തേക്കും ദേ ഒരു സാധനം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. അപ്പം ഗുഡ് നൈറ്റ്, ബൈ.